Hello friends, welcome back to my channel Aray's World. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ്. ഇനി ഈ ചിക്കൻ ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ നമുക്കിനി ഹോട്ടലിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈസിയായി തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. സോ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ട ഗരം മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 സ്പൂൺ മല്ലി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ ജീരകം, ചെറിയ ജീരകം, പിന്നെ 2 സ്പൂൺ കുരുമുളക്, 2 ബേ ലീഫ് ഈസിയായി അരയാൻ വേണ്ടി കട്ട് ചെയ്തിടുന്നുണ്ട്, പിന്നെ 2 സ്റ്റാർ അനൈസ്, പിന്നെ 15 ഏലക്ക, ഒരു 4 നിന്ന് 5 വരെയുള്ള പട്ട, ഒരു 20 ഗ്രാമ്പു. ഇതൊക്കെയാണ് ഞാൻ ഇവിടെ ഗരം മസാലന് വേണ്ടി ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഗരം മസാല ബിരിയാണിക്ക് കൂടാതെ തന്നെ വേറെയുള്ള ചിക്കൻ മട്ടൺ ഗ്രേവിക്കെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഒരു കടായിൽ ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. അതിൽ നമുക്കൊരു 5 സവാള നന്നായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള സവാള കൂടെ നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം ഞാനിവിടെ 1 കിലോ ബാസ്മതി റൈസ് ഇവിടെ കഴുകി സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ 1 കിലോ ബാസ്മതി റൈസിന് 1 കിലോ ചിക്കൻ എന്ന റേഷ്യോയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ ഞാനിവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അതിനെ മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ ആ ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ നാരങ്ങാ നീര്, പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 കപ്പ് തൈര് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്, 2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇതൊന്ന് പൊടിച്ചിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് പുദീന ലീവ്സ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്, ഇനി 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു 1 അവർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം, എങ്കിലേ ആ മസാലകളെല്ലാം ഈ ചിക്കനിലോട്ട് പിടിക്കുകയുള്ളൂ. വൺ അവർ ആയിക്കഴിഞ്ഞു. ഞാനിനി ഈ ചിക്കൻ ഇവിടെ കുക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്തില്ലേ ആ സെയിം ഓയിലാണ് ഞാനിവിടെ ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ ചിക്കൻ വേവിച്ചെടുക്കാം. ഒരു 3/4 വേവായാൽ മതിയാവും. പിന്നെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, ബിക്കോസ് നമ്മൾ ബാസ്മതി റൈസ് ഇട്ട ശേഷം നമ്മൾ ആ വെള്ളം ഊറ്റിക്കളയാൻ പോവുകയാണ്. ഇനി ഈ വെള്ളത്തിലോട്ട് 2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു 4 ഗ്രാമ്പു ആഡ് ചെയ്യാം, 3 ഏലക്ക ആഡ് ചെയ്യാം, 2-3 പട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ ജീരകം ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായി തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം ഇവിടെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സോക്ക് ചെയ്ത് വെച്ച ബാസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം.
ഈ അരിയും ഒരു 1/4 വേവ് ആയാൽ മതിയാവും. കാരണം ലാസ്റ്റ് നമ്മൾ ഈ അരിയും ചിക്കനും എല്ലാം ചേർന്ന് ഒന്നുകൂടെ ദമ്മിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ അരി ഒന്ന് 1/4 വേവ് ആയ ശേഷം നമുക്കിത് ഊറ്റിയെടുക്കാം. അരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. ലെയർ ചെയ്യാൻ വേണ്ടി ചിക്കൻ വേവിച്ചെടുത്ത് ആ സെയിം കുക്കറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ റൈസാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആ വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ മുകളിൽ കുറച്ചുകൂടി നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുങ്കുമപ്പൂ പാലിൽ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു യെല്ലോയിഷ് കളർ വരും. അതിന് വേണ്ടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പുതിന ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എഗെയിൻ ആ ലെയർ ക്രിയേറ്റ് ചെയ്യാം. അതായത് കുറച്ച് റൈസ്, പിന്നെ ചിക്കൻ, പിന്നെ കുങ്കുമപ്പൂവിൻ്റെ എസൻസ്, അതിനുശേഷം കുറച്ച് പുതിന ലീവ്സ്, മല്ലിയില, അങ്ങനെ നമുക്ക് മൊത്തം ഈ ലെയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ ലെയേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ച് ദമ്മിലിട്ട് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റോളം വേവിക്കാം. തവ നല്ല ചൂടായ ശേഷം നമുക്ക് ഇതിലോട്ട് ഈ കുക്കർ വയ്ക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിലായ കാരണം ഞാൻ നന്നായി അടച്ചു വെച്ച ശേഷം വിസിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ നന്നായി ദമ്മിലാവും. അപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിക്കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വാവ്, യമ്മി ഹൈദരാബാദി ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ ഹോട്ടലിലൊന്നും പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഈ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Okay, see you the next video. Till then, bye bye. Take care. Have a nice day.